ഹലോ ആൻറ്റി, എവിടെ ആള്? എനിക്ക് 8 മണിക്ക് പഞ്ചുള്ളതാണ്, ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ആ, ആൻറ്റി പറഞ്ഞ ആളാന്ന് തോന്നുന്നു വരുന്നതേ. അല്ല, ചേച്ചി എന്താ ഇവിടെ? എന്താ ഈ വീട് അശ്വതിയുടെ ചേട്ടൻ്റെ വകയാണോ? പുതിയൊരു അഡ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ എന്താ? കേറി വാ. ചേച്ചിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? ചേച്ചി പോയ പിന്നെ ചേട്ടൻ കിടപ്പിലായി. അയാൾക്ക് എന്തു പറ്റി? എന്തോ ലിവറുമായിട്ട് എന്തോ ബന്ധപ്പെട്ടുള്ള രോഗമാണ്. ഡോക്ടറാണെങ്കിൽ കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. ചികിത്സിച്ച് മടുത്ത്. അല്ല, മോളെന്താ ഇവിടെ? ഞാൻ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നത്. മോൾ ഡിഗ്രി വരെ പഠിച്ചല്ലേ, എന്നിട്ട് ഈ ജോലി കിട്ടിയോളോ? ഡിഗ്രി വരെ പഠിച്ചിട്ട് ഇത് തന്നെ കിട്ടിയ പാട് എനിക്കറിയാം. മോക്ക് നല്ല ഹൈ സാലറി കിട്ടുന്ന IT ജോലി കിട്ടിയാലോ? ഡിഗ്രി പഠിച്ച എനിക്ക് IT ജോലിയോ? മോള് ഡിഗ്രിയോ ബിടെക്കോ എന്തോ ആകട്ടെ, ഹൈ സാലറിയുള്ള IT ജോലി തന്നെ കിട്ടും. ആണോ? ഒരു പ്രോഗ്രാം ഉണ്ട്. ആമസോൺ, മൈക്രോസോഫ്റ്റ് കമ്പനികളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ട്രെയിനിങ് ചെയ്യിക്കുന്നു. മാത്രമല്ല 1500 കമ്പനികളിലേക്ക് ഇവർ സ്റ്റുഡൻസിനെ ഹയർ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് കരിയർ എക്സ്പെർട്ട് നിന്നെ സ്വപ്ന ജോലിയിൽ എത്തിക്കും. പിന്നെ എന്തിനാ നീ ടെക്സ്റ്റൈൽസ് ജോലിക്ക് പോകുന്നത്? ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം തന്നെ നിനക്കൊരു ഡെമോ ക്ലാസ് കിട്ടും. എന്തായാലും ചേച്ചി ഇപ്പോൾ സ്മാർട്ടായിട്ടുണ്ട്. നിങ്ങളൊക്കെ തന്നെയല്ലേ മോളെ എന്നെ സ്മാർട്ടാക്കിയത്. താങ്ക് യു ചേച്ചി. അവയിൽ ഇത്തിരി വളിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അങ്ങനെ ശാന്തി അതൊക്കെ അങ്ങ് തിന്നോളും. ആ ചക്കരവട്ടിയും ചിപ്സും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വളിക്കത്തൊന്നും ഇല്ലല്ലോ. അതൊക്കെ അമ്മക്ക് എടുക്കാം. വളിക്കുന്നതും പുളിക്കുന്നതും ഒക്കെ കൊടുത്താൽ മതി നാട്ടുകാർക്ക്. നിനക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അച്ചാറൂടി എടുത്ത് വെച്ചാൽ മതി. അമ്മേ, ഞാൻ അവിടെ കുത്തിയിട്ടിരുന്ന ചാർജർ കണ്ടാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി, കല്യാണ വീടാ, പലര് വരുന്നതാ, അവനവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കണമെന്ന്. അതെങ്ങനാ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുവോ? എൻ്റെ അമ്മ, ചാർജറൊക്കെ ആരെടുത്തിട്ട് പോവാനാ? ഓ പിന്നെ, എന്നാ കിട്ടുമെന്ന് നോക്കി നടക്കുന്ന നാട്ടുകാരാ. എന്തേ, നിന്റെ ഏട്ടത്തിയമ്മ എഴുന്നേറ്റില്ലേ? അല്ല, എൻ്റെ മാത്രം ഏട്ടത്തിയാണോ? നിങ്ങൾ ഏട്ടത്തിയല്ലേ? കാര്യം എന്റെ ഏട്ടത്തിയൊക്കെ ആയിരിക്കും, പക്ഷെ എന്നെക്കാട്ടി ഇളയുള്ള ഏട്ടത്തിയൊന്നും വിളിക്കാൻ എന്നെ കിട്ടത്തില്ല. ഡീ കൊച്ചേ, ഇതേ നിനക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അച്ചാറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതച്ചാറ്? അതിന് ആര് പോവാൻ? കഴിഞ്ഞ 5.5 വർഷമായിട്ടുള്ള എൻ്റെ കാത്തിരിപ്പാ. അളിയൻ്റെ കല്യാണം കഴിഞ്ഞ ശ്രീധനത്തുക എണ്ണി എൻ്റെ മുമ്പിൽ വെക്ക് തിട്ടപ്പെടുത്തി. എന്നിട്ട് ആ പൈസ തിട്ടപ്പെടുത്തി എൻ്റെ ബാഗിൽ വെച്ചിട്ട് ഞാൻ തീരുമാനിക്കാൻ പോകണമെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് പട്ടിക്ക് സമവാ. അത് ഞാനങ്ങ് സഹിച്ചു. ദേ അമ്മേ, ഞാനൊരു കാര്യം പറയാം. ഇന്നെനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞ അവസാന ദിവസമാ. നിങ്ങൾ എൻ്റെ അടുത്ത് ഫ്രോഡ് കളിക്കാനാണ് പരിപാടിയെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേ എവളിവിടേക്കും കൂടെ ഞാനും നിൽക്കും. അല്ലേ? അതൊക്കെ അമ്മ ശരിയാക്കുമെന്നേ. വാ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. വാ കഴിക്കാനെന്താ? മോന്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? അതല്ലേ പുട്ടുണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തുവാ അമ്മ ഇത്? എന്റെ പെണ്ണുപിള്ളയുടെ സ്വർണ്ണം എടുത്ത് ഞാൻ എന്തിനാ അമ്മ അളിയന് കൊടുക്കുന്നത്? ഞാനങ്ങനെ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. എടാ, കല്യാണത്തിന് മുമ്പ് നിന്റെ അച്ഛൻ കൊടുത്ത വാക്കല്ലേ? അച്ഛൻ ഇല്ലാത്തപ്പോ നീ വേണ്ടേ അത് ചെയ്യാൻ? അന്നതുണ്ടാക്കാൻ നിന്റെ അച്ഛൻ പെട്ട പാട്. ഇപ്പോഴാണ് കല്യാണമെങ്കിൽ നീ വേണ്ടേ അവളുടെ കല്യാണം നടത്തി വിടാൻ? ഇപ്പോഴാണേ നിന്റെ കയ്യിലുണ്ട്. നിനക്ക് കിട്ടിയതിൽ നിന്ന് ഒരു 1,00,000 രൂപയും 10 പവനും എടുത്ത് ആ ബാധ്യത അങ്ങ് ഒഴിപ്പിച്ച് വിട്. എനിക്കൊരു വള തരണം. കുടുംബശ്രീക്കൊക്കെ പോകുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കുന്നു മരുമോടെ വീട്ടിൽ നിന്ന് എന്നാ കിട്ടിയെന്ന്. എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് അവര് മോതിരം വിട്ടില്ലേ? അവള് മാർക്കും കൊടുത്തില്ലയോ? ഇനി എന്തിനാ വള? മോതിരമൊക്കെ ആര് കാണാനാ? അമ്മേ, അമ്മയ്ക്ക് വളയൊക്കെ തരാം. പക്ഷെ ആ ഇരിക്കുന്ന അളിയനെന്ന് പറഞ്ഞ നാറിയുണ്ടല്ലോ, അവനെ ഒരു പണവട കൊടുക്കത്തില്ലേ? അതിന്റെ ആവശ്യം. എന്റെ ദൈവമേ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റ്. എടാ, ആ അംബരീഷിനോട് ഞാൻ ഇനി എന്തോ പറയും? എന്തായാലും പറ. ദൈവമേ, എന്റെ മോളുടെ ജീവിതം. അമ്മ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. അളിയാൻ പോന്നേ പോട്ടെ, അവളിവിടെ നിന്നോട്ട്. ഞാനിപ്പോ മാള് തുടങ്ങാൻ പോകുമ്പോഴേ എനിക്കൊരു ജോലിക്കാരി ആവശ്യമുണ്ട്. മാളോ? അവൻ പോവാൻ പറ. പൊന്നെ, നീ എന്നെ വിട്ട് പോവോ? അത് മതി. ഈ നെക്ലസ് എത്ര പവനാ? അതെനിക്കറിയില്ല. അച്ഛനും അമ്മയും പോയി മേടിച്ചോണ്ടേ ഞാൻ തിരക്കൊന്നും ഇല്ലായിരുന്നു.
എന്നാലും ഒരു 5-5.5 പവൻ കാണുമല്ലേ? ഉം. പിന്നെ സ്വർണ്ണമൊന്നും ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഉം. പുറത്ത് കള്ളന്മാരുണ്ട്. പ്രത്യേകിച്ച് കല്യാണം നടന്ന വീടാകുമ്പോൾ അവന്മാർ നോട്ട് ചെയ്ത് വെക്കും. എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. അതാ അതിൻ്റെ ഒരു. പിന്നെ എല്ലാ കാര്യവും തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് ഞാനങ്ങ് പറയുക, എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കവളെ ഭയങ്കര ജീവൻ്റെ ജീവനായിരുന്നു. സീത കേൾക്കുന്നില്ല? അല്ല എന്തായിട്ടാ പറഞ്ഞേ? അല്ല കുറേ നേരം കൊണ്ട് ആബ്സെന്റ് മൈൻഡ്, അതുകൊണ്ട് ചോദിച്ചാ. അല്ല ഞാൻ കേട്ടില്ല. അല്ല ഞാൻ പ്രേമത്തിൻ്റെ ആ. കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നേ. ഉം. അതായത് എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രേമം എന്ന് പറഞ്ഞത് ഉപ്പിലിട്ട മാങ്ങ പോലെ. കുറച്ചാൾ കഴിയുമ്പോൾ ഉണങ്ങി ഇതിൻ്റെ അണ്ടം പൊട്ടും. പക്ഷെ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിലിട്ട് ഉണക്കമുത്തിരി പോലെ. ആദ്യം ഉണങ്ങിയിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് വീർത്തോളും. അല്ല എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ. എന്ന് കരുതി അവളുടെ അച്ഛന് ഞാൻ ചോദിച്ച സ്ത്രീധനത്തൊക്കെ തരാനുള്ള കഴിവൊന്നുമില്ലായിരുന്നു. പിന്നെ പ്രേമം കൊണ്ടൊന്ന് അടുപ്പത്തിട്ട അരി വേവത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവളെ അങ്ങ് ഉപേക്ഷിച്ചു. ഓ. എനിക്ക് ഭയങ്കര ബിസിനസ് സ്വപ്നങ്ങളാണ്. ഇപ്പോഴത്തെ നമ്മുടെ പലചരക്കട അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു മിനി ഷോപ്പിംഗ് മാളാക്കണം. ഉം. പിന്നീട് നെക്സ്റ്റ് മന്ത് സീതയുടെ അച്ഛൻ കുറച്ച് ക്യാഷ് തരാമെന്ന് പറഞ്ഞില്ല, അത് കിട്ടിയിട്ട് നമുക്ക് ഹൈപ്പർ മാളാക്കാം. അടുത്ത മാസം അച്ഛൻ ക്യാഷ് തരല്ലേ അല്ലേ? ആ, ഉം. എനിക്ക് അതുവരെ ഒന്ന് റോൾ ചെയ്യാൻ തൻ്റെ 25 പവനൊന്ന് തരണം കേട്ടോ. ഉം. എന്താ? ഞാൻ പറഞ്ഞോ. എനിക്കില്ലേ അടുക്കളയിലൊന്ന് പോട്ടെ. ആ ആ. സീതേ, സീതേ, എന്താട്ടാ? മോളെ അതിഞ്ഞെടുത്തോണ്ട് വാ. ഏതെടുത്തോണ്ട് വരാൻ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡ് സ്വർണം അതിങ്ങ് എടുത്തോണ്ട് വാ. 25 പവൻ. അല്ലേട്ടാ അത് ഇപ്പൊ കെട്ടങ്ങോട്ട് കഴിഞ്ഞല്ലോ ഉള്ളു. ആ. വിരുന്നിനൊക്കെ പോവാതെ നമ്മള് ഇപ്പോഴേ എടുത്ത് വെക്കുന്നത് അമ്മയും പറഞ്ഞ് അതാ. അതിന് നിന്റെ അമ്മയല്ലല്ലോ ഞാൻ കിട്ടിയത്. മോളെന്തോ തമാശ പറയാന്നു? മോളെ ആ സ്വർണം വിറ്റ് ആ കാശ് അഡ്വാൻസ് കൊടുത്ത് മേശിനെയും വിളിച്ച് കട്ടേ സിമെന്റും ഒക്കെ എടുത്ത് പണി തുടങ്ങാതിരിക്കുക ഞാൻ. മോൾ അതിങ്ങ് എടുത്തോണ്ട് വാ, നമുക്ക് വിരുന്നിന് മുമ്പ് ഇൻവിറ്റേഷൻ കോൾ വിടും. അല്ലേട്ടാ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മോളെ ഞാൻ പറഞ്ഞല്ലോ, വിരുന്നിന് പോകുമ്പോൾ നമുക്ക് റോൾ ഗോൾഡ് മതി. ഇപ്പം തമാശ പറയാതെ മോൾ അതിങ്ങ് എടുത്തോണ്ട് വാ. അല്ല എനിക്ക് ബുദ്ധിമുട്ടാ. അതെന്താ ബുദ്ധിമുട്ട്? എനിക്കിപ്പൊ ബുദ്ധിമുട്ടാ. അളിയനൊന്നും നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ അളിയാ. ഇനി പോവാലോ? പൊക്കോളിയാ. ജയ 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 ഹേ. എവിടാ നീ വരുന്നേ? അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഒലത്താന്ന് വിചാരിച്ചോ? ഇന്നേ വരെ ആംഗ്ല എന്ന രീതിയിൽ 1 രൂപയുടെ സഹായമെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? പാർട്ട് ടൈം ആയിട്ട് പണിയെടുത്തും കണ്ടവൻ്റെ കടയിൽ പോയിട്ടുവാ ഈ നിലയിലെത്തിയത്. എടാ നീ അച്ഛൻ്റെ പലചരക്ക് കട വരെ സ്വന്തമാക്കിയില്ലേ? ഇത് മൊത്തം നീ കൊണ്ടുപോയി ഒലത്താന്ന് വിചാരിക്കണ്ട. പക്ഷെ ഇതിലൊരു പങ്ക് അതെനിക്ക് വേണം. ഇവിടെ താടി. എടി വീട്ടിൽ ഞങ്ങളെന്തോ പട്ടികളോ? ഞങ്ങൾക്കും ഇതിലൊരു അവകാശമുണ്ട്. ഇങ്ങോട്ട് താടി. ഇവിടെ എടി, തരാനല്ലേ താടി. പറഞ്ഞത്? അയ്യോ എന്റെ മോളെ കണ്ടു എനിക്ക് വിടറി. അമ്മേ എനിക്ക് എന്റെ സ്ത്രീധനം കിട്ടണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീതം വെക്കാം. 50% എനിക്ക്, 30% അളിയന്, 10% വീതം പെങ്ങന്മാർക്ക്. അതെങ്ങനെ ശരിയാവാൻ അളിയാ? ഇത് സമ്മതിക്കാമെങ്കിൽ സമ്മതിച്ചോ അളിയ, ഇല്ലെങ്കിൽ കേസ് വിട്ടാര്. മതി, അത് മതി. ഞാൻ ഈ അവസ്ഥയിലായതുകൊണ്ട് സമ്മതിച്ചിരിക്കുന്നു. എന്നാ വാ അളിയ, നമുക്ക് കടയിൽ പോവാം. ഈ അടിപൊളിയിൽ തന്നെ ഒന്ന് പുറത്തിറങ്ങി പതുക്കെ.
കൈ കൈ ആ. ഓ. അളിയ ആ കടയിൽ തന്നെ ഒരു പോടാ അവിടുന്ന്. ആയിരുന്നു. എടാ കാശെന്തിയടാ? കാശ് കിട്ടിയില്ലേ? അളിയാ നിങ്ങളുടെ മുണ്ടെന്തേ മനുഷ്യ ഉണ്ടോ കയ്യിൽ 10 കാശ് കിട്ടിയെന്നും പറഞ്ഞ് ഫാഷൻകാരെ കണക്ക് നിക്കർ ഉടുപ്പിട്ട് നടക്കുന്നു. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. എന്താടാ? ആശനോ അവളും അവിടെ കുടുംബം നമ്മളെ പറ്റിച്ച അമ്മേ. സ്വർണ്ണമെന്നും പറഞ്ഞ് അന്ന് മൊത്തം മുക്കോണ്ടോ. സ്വർണ്ണക്കടയിൽ നിന്ന് ഞങ്ങളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ കൊണ്ടുപോയെ. പിന്നെ അളിയന്റെ കൂട്ടുകാരനൊരു കോൺസ്റ്റബിൾ ആയതുകൊണ്ട് ജീവൻ തിരിച്ചു. ദൈവമേ. വീട് പാടി തുടങ്ങി. എടാ എടാ, എടാ തുറക്കടാ. എടാ ഒന്ന് തുറക്കടാ. അയ്യോ എടാ തുറക്കാൻ. എനിക്ക് അറിയാൻ വീടത്തിന് ജയിലിൽ പോയി കിടക്കണമല്ലോ. എടാ ചെറുക്ക തുറക്കടാ ഒന്ന്. എടാ തുറക്കാൻ. എടാ, കതക് തുറക്കാൻ. ഓ എന്തോ ഇവൻ ചെയ്യുന്നേന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അളിയന്റെ ഓ. മുതുകിൽ ചാവട്ടെ. ദോ അളിയാ എനിക്കിനി കൊലപാതക കുറ്റത്തിനകത്ത് പോയി കിടക്കാൻ വയ്യ. എടാ തുറക്കടാ കാല. എടാ എടാ തുറക്കാൻ. ഓ എനിക്ക് വയ്യ. എടാ തുറക്കടാ. അപ്പൊ ആരാ മരിച്ചു? അമ്മേ എന്റെ പൊന്നങ്ങളെ. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലെത്തണ്ടേ? ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ.